ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ചരിത്ര പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴലിനായി നട തുറന്നു. രാത്രി 9:30 വരെയാണ് മകം തൊഴാനായി നട തുറക്കുക. ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്യാം പ്രസാദ് തത്സമയ വിവരങ്ങളും പങ്കുവയ്ക്കും. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ വിശ്വാസ പ്രമാണങ്ങൾ നിറയുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ഭക്തസഹസ്രങ്ങൾ തൊഴുത് വണങ്ങി സായുജ്യം തേടുകയാണ്. ഈ പുണ്യ നാളിൽ ഒരുപാട് പേർ അമ്മയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു, തൊഴുത് മടങ്ങുന്നു. ശ്യാം പ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, അങ്ങനെ ഭക്തൽ സഹസ്രങ്ങൾ ഇത്തവണ കൂടുതലായി എത്തുന്നുണ്ടോ? ഭക്തർ രാത്രി വരെയാണ് ചരിത്ര പ്രസിദ്ധമായ മകം തൊഴൽ ചടങ്ങിനായി നട തുറന്നിരിക്കുക. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? പ്രതീക്ഷ അല്പം മുമ്പാണ് അങ്ങനെ മകം തൊഴിൽ ദർശനത്തിന് തുടക്കമായിരിക്കുന്നത്. സർവാഭരണ വിഭൂഷിതയായ ദേവിയെ ഇനി എല്ലാവർക്കും മണിക്കൂറുകളോളം ദർശിക്കാൻ കഴിയും എന്ന ഒരു പ്രത്യേകതയാണ് ഈ മകം തൊഴിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ വില്ലുമംഗലം സ്വാമിക്ക് ദർശനം നൽകിയ ദേവിയുടെ ആ സ്മരണ പുതുക്കിക്കൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ കാലങ്ങളായിട്ട് ഈ മകം തൊഴൽ ചടങ്ങ് നടക്കുന്നത്. അല്പം മുമ്പാണ് ഈ ചടങ്ങ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇനി രാത്രി 9:30 വരെ ഈ ചടങ്ങ് ഉണ്ടാകും. മണിക്കൂറുകളോളം ക്യൂ നിന്ന ഭക്തരാണ് നമുക്ക് നിലവിൽ കാണുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് എത്തി നിൽക്കുന്ന ആളുകൾ അവരെല്ലാവരും ഈ ദേവിയുടെ ദർശനം നേടി തിരികെ മടങ്ങണം, സന്തോഷത്തോടെ തിരികെ മടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അമ്മ എവിടെ നിന്നാ വരണേ? പെരുമ്പാവൂര്. എപ്പോഴാ വന്നേ? രാവിലെ വന്നതാ. രാവിലെ അവിടെ നല്ല ട്രാൻസ്പോർട്ടിന് വന്നതാ. ഇപ്പോൾ ദർശനം കഴിഞ്ഞിട്ട് മടങ്ങാല്ലേ? ദിവസത്തിന്റെ ദർശനത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് മറ്റോ അന്ന് അമ്മയുടെ പിറന്നാള്. തീർച്ചയായിട്ടും. അതായത് എവിടെ നിന്നാ വരണേ? പെരുമ്പാവൂര് തന്നെ. ഇന്നത്തെ പ്രത്യേകത ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലമ്മ തീർക്കുന്ന പറയണം. അപ്പം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അവിടെ പറഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിലാണ് എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും നമ്മൾ അമ്മയെ തൊഴുവാൻ വരുന്നത്. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വരെയാണ്. 10ാമത്തെ വർഷം വരുന്നത് ഫാമിലിയോടെ. സൂപ്പർ, നല്ല ഫുഡ് അറേഞ്ച്മെന്റ്സ്. நாங்கள் சென்னையிலேருந்து தான் வரோம் மகன் தொழா வேண்டி. நல்ல நாராயணி நினச்சது நடத்தி கொடுக்குறோம். ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരണേ. നല്ല മാതിരി അമ്മയുടെ ദർശനം കിടക്കണം പറഞ്ഞാൽ കാലയിലേ നിന്നിട്ട് നിൽക്കണ. എല്ലാവരുടെയും കണ്ണുകളൊക്കെ നിറഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. കാരണം ദേവിയെ തൊഴുത് മടങ്ങാൻ കിട്ടുന്ന ഒരു അവസരമാണ് അവർക്കൊക്കെ ഉള്ളത്. ചേച്ചി എവിടെ നിന്നാ വരണേ? ഞങ്ങൾ എല്ലാ കൊല്ലവും വരാറുണ്ട്. ഞങ്ങൾ 8 മണിയായപ്പോ വന്നാണ്. അമ്മ 6 മണിക്ക് വന്നതാണ് ഞങ്ങൾ. ദേവിയെ കണ്ടു മടങ്ങാം. അത്ര അങ്ങനെ ആഗ്രഹിച്ചു വന്ന് ഇരിക്കുകയാണ്. മണിക്കൂറോളം ക്യൂ നിന്ന് എത്തിയതല്ലേ? കേട്ടോ, ഞാൻ ബാംഗ്ലൂരാണ്. 10ാമത്തെ വർഷമാണ് വരുന്നത്. ഇപ്പോൾ സീനിയർ സിറ്റിയിലെ ക്യൂ കാരണം കുഴപ്പമില്ല, നന്നായിട്ട് തൊഴുകാം. എല്ലാ വർഷവും ഇങ്ങനെ വരാൻ തോന്നിക്കുന്ന ഒരു കാരണം എന്താ? എന്തോ എവിടെ ആയിരിക്കും തോന്നിക്കുന്നത് കാണും. താങ്ക് യു. തീർച്ചയായിട്ടും. അതായത് വർഷാവർഷം ദേവിയുടെ അനുഗ്രഹം, അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് എന്നാണ് ഭക്തർ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം ഇങ്ങനെ മകം തൊഴുത് തിരികെ മടങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും മറ്റുമൊക്കെയാണ് അവർ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു ക്യൂ ആണ്. ഏകദേശം 2 ലക്ഷത്തിലധികം ഭക്തർ ഇവിടെ ഇന്ന് രാത്രി 9:30 വരെ ദർശനം എന്നാണ് ദേവസ്വം വ്യക്തമാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. ഈ മകം തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദേവിക്ക് ഈ 5 ഭാവങ്ങളാണ് ഉള്ളത്. അതിൽ ദേവിയെ 3 ഭാവത്തിലാണ് പ്രധാനമായിട്ടും എപ്പോഴും കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ദേവിയെ ഈ മകം നാളിൽ വില്ലുമംഗലം സ്വാമിക്ക് ദർശനം നൽകിയ ദേവി വീണ്ടും കാണുവാനാണ് ഇവിടെ ഭക്തരെത്തിയിരിക്കുന്നത് എന്നതാണ് അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ദർശനത്തിനായി കാണുമ്പോഴുണ്ടാകുന്ന ചൈതന്യമുണ്ടല്ലോ. കാരണം സർവാഭരണ വിഭൂഷിതയാണ്. കേശാദിപാദം പുഷ്പങ്ങൾ, അത് താമരയുണ്ട്, പലതരത്തിലുള്ള പുഷ്പങ്ങളൊക്കെ തന്നെ ചാർത്തിയുള്ള, അതുപോലെ തന്നെ ആഭരണങ്ങൾ, ഉടയാട ഉൾപ്പെടെ ചാർത്തി പ്രത്യേക ഒരു ചൈതന്യമാണ് ഈ ദിവസം. നേരത്തെ പറഞ്ഞാൽ ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാൽ തീരും എന്ന് പറഞ്ഞതുപോലെ
ഭക്തരെ സംബന്ധിച്ചോളം ഈ ദിവസത്തിന്റെ പ്രത്യേകത ഒരുപാട് പേർ കഴിഞ്ഞ വർഷത്തെ കണ്ടതിനേക്കാൾ ആളുകൾ ഇത്തവണ കൂടുതലായി എത്തുന്നുണ്ടല്ലേ. ഭക്തർ തൊഴിൽ നിൽക്കുന്ന ആ സായുജ്യം തേടിയുള്ള നിൽപ്പൊക്കെ വർണ്ണിച്ചാൽ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് 108 ദുർഗാക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും കേരളത്തിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചോറ്റാനിക്കരയിലേത്. അതുകൊണ്ട് തന്നെ ഈ ചോറ്റാനിക്കരയിലെ മകത്തൊഴിലിൻ്റെ ഒരു പ്രത്യേകത അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. ദേവിയെ പ്രധാനമായിട്ടും ഈ 3 ഭാവത്തിൽ കാണുന്നതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് മകം തൊഴുമ്പോൾ ഈ വില്ലുമംഗലം സ്വാമിക്ക് നൽകിയ ആ ദർശനത്തിൽ തന്നെ പ്രധാനമായിട്ടും ഗോളകങ്ങളും ആ തിരുവാഭരണവും താമരമാലയും ഒക്കെ ചാർത്തിയുള്ള ആ ദേവിയുടെ ആ മൂർത്തിഭാവം കണ്ട് തങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ദേവിക്ക് മുമ്പ് പങ്കുവെച്ച് അവർ സന്തോഷത്തോടെ വീണ്ടും ഒരു മകന്നാളിൽ തിരികെ എത്തണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഭക്തരെത്തുന്നത്. അത് ദേവി സാധ്യമാക്കി കൊടുക്കുന്നു എന്നതാണ് പലരും പങ്കുവെക്കുന്നത്. കാരണം കാലങ്ങളായിട്ട് 10 വർഷത്തിലധികമായിട്ടൊക്കെ വരുന്ന ഒരുപാട് ഭക്തരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ചോറ്റാനിക്കര അമ്മ അതിൽ മഹാലക്ഷ്മിയായും ശ്രീപാർവതിയായും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഈ ദേവിക്ക് മുമ്പിൽ അർപ്പിച്ച് അവർ വീണ്ടും പോകുന്നു. എന്നിട്ട് വീണ്ടും അടുത്തൊരു മകന്നാളിലെത്തുന്നു. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോറ്റാനിക്കരയിലേക്ക് ഈ മകം തൊഴുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത് എന്നതും ആദിപരാശക്തിയാണ്. ആ ആദിപരാശക്തിയുടെ മുമ്പിൽ തങ്ങളുടെ സങ്കടങ്ങളെല്ലാം അവർ പങ്കുവെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.